ലഭിച്ച റെക്കോർഡുകൾ പ്രകാരം 1998 ദ്വാരപാലക ശില്പങ്ങളിലും അതിന് തെക്ക് വടക്ക് മൂലകളിൽ ഘടിപ്പിച്ചിരുന്നതുമായ ചെമ്പുതകടികളിലായി സുമാർ 2064 ഏകദേശം 250 പവൻ സ്വർണം ഉള്ളതായി വെളിവായിട്ടുണ്ട്. 2019 സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും കൊണ്ടുവരുമ്പോൾ 14 ഭാഗങ്ങളുമായി 394.900 ഗ്രാം സ്വർണം, 12 ഭാഗങ്ങളിൽ 281 ഗ്രാം സ്വർണവുമുണ്ട്. 2025 ഈ ദ്വാരപാലക ശില്പങ്ങളുടെ 12 ഭാഗങ്ങൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ സ്വർണം പൂശാൻ കൊണ്ടുപോകുമ്പോഴുള്ള സ്മിത്തിന്റെ എസ്റ്റിമേറ്റ് പ്രകാരം സ്വർണത്തിന്റെ അളവ് 260.9, അതായത് അപ്പോൾ തന്നെ 20 ഗ്രാം നഷ്ടപ്പെട്ടിരിക്കുന്നു. 21/9/25 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയപ്പോൾ 290 ഗ്രാം ഉണ്ട് എന്നതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സ്വർണം ഇതിൽ അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റാളുകളിൽ നിന്ന് സംഭാവന എന്ന നിലയ്ക്ക് സ്വീകരിച്ച് അതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമാണ്. അനന്തൻ കൂടി നമുക്കൊപ്പം തുടരുന്നതാണ്. അനന്തൻ, വിശദമായ റിപ്പോർട്ടാണ് ഇത്. ഒരുപക്ഷെ ഇതിലെ പല വിവരങ്ങളും മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളുടെ അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി പുറത്തുവിട്ട വിവരങ്ങൾ കൂടി ഇതിലുണ്ട്. എന്തായാലും വലിയ കൊള്ള നടന്നു എന്ന് വ്യക്തമാണ്. തിരുവാഭരണം കമ്മീഷണർ എന്ന ഒറ്റ ഉദ്യോഗസ്ഥന്റെ മികവിൽ ഈ കൊള്ള ഇപ്പോൾ വെളിപ്പെടുകയും ചെയ്തു. അല്ലാതെ ദിവസം ഇതുവരെ നമ്മൾ പറഞ്ഞത് ഈ 2019-ലെയും 2025-ലെയും കൊള്ളയെക്കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അതായത് എന്താണ് 98-ൽ സംഭവിച്ചതെന്നുള്ളതാണ്. അതിൽ വലിയ തർക്കമായിരുന്നല്ലോ. 98-ൽ UB ഗ്രൂപ്പ് വിജയ് മല്യ ശബരിമല സന്നിധാനത്തിന്റെ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞത് എവിടെയൊക്കെയാണ്? മേൽക്കൂരയിൽ മാത്രമാണോ? അതല്ല അതിനുശേഷമുള്ള മറ്റ് സ്ഥലങ്ങളിലും ഈ ദ്വാരപാലക പാളികളിലും വാതിലിലും അതിൻ്റെ ഈ ഭിത്തിയിൽ കാണുന്ന ചിത്രപ്പണികളിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ പറഞ്ഞ് സ്ഥിരീകരിച്ചതാണ്. മാതൃഭൂമി ന്യൂസ് മാതൃഭൂമിയുടെ തങ്കലിപികളിലുള്ള തെളിവുകൾ, 98 മുതലുള്ള പത്രങ്ങളിലെ പാളികൾ അല്ലെങ്കിൽ ആ പേജുകൾ അത് പുറത്തുവിട്ടുകൊണ്ടാണ് അത് തെളിയിച്ചത്. അത് സാധൂകരിക്കുകയാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ. ഞാനിനി വായിക്കാൻ പോകുന്നത് ഭാഗം. അത് ഇനി 98-ൽ ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വിജിലൻസ് കണ്ടെത്തിയതാണ്. 30/12/2020 ബോർഡ് ഉത്തരവ് പ്രകാരം ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി പുതുതായി നിർമ്മിച്ച അതും അതിനൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നതിനുള്ള ഫയലുകൾ പരിശോധിച്ചത്, അല്ല ദേവസ്വം ബോർഡ് പരിശോധിച്ചപ്പോൾ 9/12/2019 ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു ഇമെയിൽ അയച്ചതായി കാണുന്നുണ്ട്. ഈ ഇമെയിൽ പ്രകാരം റെസ്പെക്റ്റഡ് സർ, ഐ ആം ഉണ്ണികൃഷ്ണൻ പോറ്റി റിസൈഡിംഗ് ഇൻ ബാംഗ്ലൂർ. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഐ ഹാവ് സം ഗോൾഡ് ബാലൻസ്. അതാ ഇമെയിൽ സന്ദേശം. അതിനുശേഷം അതെല്ലാം പറഞ്ഞതിന് ശേഷം അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യം അതായത് ഒരു ചട്ടമുണ്ടായിരുന്നു ഇത് പുറത്ത് കൊണ്ടുപോകരുതെന്നുള്ളത് ദേവസ്വം മാനിൽ. ആ ചട്ടം പാലിച്ചിട്ടില്ല. എന്നിട്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ 98-ലെ കാര്യങ്ങളിലേക്ക് അന്വേഷണം തിരിയുന്നത്. അതായത് ചെമ്പുപാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെടുത്തു കൊടുക്കുമ്പോഴുള്ള ദേവസ്വം രേഖ. അപ്പോൾ അതിന് പിറകിലേക്ക് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന് പോവുകയാണ്. അങ്ങനെ അന്വേഷണത്തിന് പോകുമ്പോൾ അവർക്ക് കണ്ടുകിട്ടുന്നത് ഒരാളെയാണ്. അന്വേഷണ മധ്യേ കണ്ടു ചോദിച്ച ശ്രീ B. കേശവദാസ് എന്ന പേര്. കേശവദാസ് എന്ന് പറയുന്നത് 98 മുതൽ 2000 വരെ ശബരിമലയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് ശബരിമലയിൽ സ്വർണം പൂശൽ ജോലികൾ ചെയ്ത സമയം അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ ബോർഡ് ചുമതലപ്പെടുത്തിയത് ടി ആനയാണ്. സ്വർണ്ണപ്പണി ചെയ്ത തൊഴിലാളികളുടെ ജോലികൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവർ സ്വർണം ചെറിയ ബോളുകളായി തോലുകൊണ്ടുള്ള ബുക്കിന്റെ പേജിൽ വെച്ച് ദിവസങ്ങളോളം അടിച്ചു പരത്തി. എങ്ങനെയാണ് UB ഗ്രൂപ്പ് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിന്റെ മേൽക്കൂരയിലും ദ്വാരപാലക പാളികളിലും സ്വർണം പൊതിഞ്ഞത് അതെങ്ങനെയാണെന്ന് വിശദീകരിക്കുകയാണ് കേശവദാസ്. അയാൾ നേരിട്ട് കാണുകയാണ് തൊഴിലാളികൾ എങ്ങനെയാണ് ചെയ്തതെന്ന്. അതായത് അത് സ്വർണ്ണമല്ല, തനിത്തങ്കം, 24 ക്യാരറ്റ് തങ്കം. അത് വിജയ് മല്യ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ബിസ്ക്കറ്റാണ്. അത് ബോളുകളാക്കിയിട്ട് തോലുകൊണ്ടുള്ള ബുക്കിന്റെ, അതായത് ഒട്ടകത്തോൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒട്ടകത്തോലിന്റെ ബുക്കിന്റെ പേജിനുള്ളിൽ ദിവസങ്ങളോളം വെച്ച് അടിച്ചു പരത്തി അതിനെ കനം കുറഞ്ഞ തകിടുകളാക്കി 7 പാളികൾ ഉപയോഗിച്ചാണ് ഓരോ ഭാഗവും സ്വർണം പൂശിയതെന്നും ദ്വാരപാലക ശില്പങ്ങൾ, ശ്രീകോവിലിന്റെ സോപാനം, കൈവരി, ഘരദ്വാരം എന്നിവയും സ്വർണം പൊതിഞ്ഞിരുന്നുവെന്നും ഇതിനെല്ലാം മഹസർ തയ്യാറാക്കിയിരുന്നുവെന്നും മഹസറിൽ ടിയാൻ ഒപ്പിട്ടിട്ടുണ്ടെന്നും UB ഗ്രൂപ്പ് സ്വർണം പൂശിയ ശ്രീകോവിലും ദ്വാരപാലകരും അതേ ശോഭയോടെ കാണപ്പെട്ടിട്ടുള്ളതാണെന്നും അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ പൊതിഞ്ഞിരിക്കുന്നത് തനിത്തങ്കമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ശോഭ. അതല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവച്ച മുക്കുവണ്ടമല്ല അവിടെ ഇരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി UB ഗ്രൂപ്പിന് വേണ്ടി ശബരിമലയിൽ സ്വർണ്ണ ജോലികൾ ചെയ്ത തിരുപ്പതി സ്വദേശികളായ 2 പേരെയും വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടു ചോദിച്ചു. അവർ
അവർ നേരിട്ട് ഈ ജോലിയിൽ പങ്കെടുത്തവരാണ്. അവരാണ് ഈ സ്വർണ്ണ ബോളുകൾ, തങ്ക ബോളുകൾ ഈ ഒട്ടകത്തോലിന്റെ ബുക്കിനകത്ത് വെച്ച് അടിച്ചു പരത്തി ദിവസങ്ങളോളം അയ്യപ്പന് വേണ്ടി, അയ്യപ്പന്റെ ശ്രീകോവിൽ മനോഹരമാക്കാൻ, തങ്ക പ്രഭയുണ്ടാക്കാൻ വേണ്ടി വിയർപ്പൊഴുക്കിയവർ. അവർ പറയുകയാണ്, അവർ രണ്ടുപേർ തിരുപ്പതി സ്വദേശികളാണ്. ആ രണ്ടുപേര് കൊടുത്ത മൊഴി, അവർ പറഞ്ഞത് ദ്വാരപാലക ശില്പത്തിലും ശ്രീകോവിലിന്റെ കഥകിലും 15-16 സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചിരുന്നു. ദേവസ്വത്തിന്റെ എഞ്ചിനീയർ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത് ഓരോ ഭാഗവും 6 വീതം 6 പാളികൾ വീതം തയ്യാറാക്കിയെന്നാണ്. എന്നാൽ ഇത് നേരിട്ട് ചെയ്ത തൊഴിലാളികൾ പറയുകയാണ്, ദ്വാരപാലക ശില്പങ്ങളിലും കഥകിലും 15-16 സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചിരുന്നു എന്നും മുൻഭാഗത്തിന് കൂടുതൽ ശോഭ കിട്ടാൻ വേണ്ടി അവിടെ കൂടുതൽ സ്വർണം ഉപയോഗിച്ചിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. ശബരിമല സന്നിധാനത്ത് താമസിച്ച പരമ്പരാഗത രീതിയിലാണ് ശ്രീകോവിലിന്റെയും മറ്റു ഭാഗങ്ങളുടെയും സ്വർണ്ണ ജോലികൾ ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് തിരുപ്പതി, അത് തങ്കപ്രഭയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ തൊഴിലാളികളാണ് ഈ ശബരിമല അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിൽ സ്വർണം പൊതിയാൻ വേണ്ടി എത്തിയത്. അവർ പറയുന്നത്, ഞങ്ങൾ അന്ന് സ്വർണം പൊതിഞ്ഞിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിലും. അന്ന് പൊതിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ആ അയ്യപ്പസ്വാമിയെ കാണാൻ വരുമ്പോൾ, ആ തങ്കവിഗ്രഹം കാണാൻ വരുമ്പോൾ, ആ ദർശനം കാണുമ്പോൾ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന്റെ മുൻഭാഗമാണല്ലോ കൂടുതൽ ഭക്തർക്ക് മുമ്പിൽ തിളങ്ങേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ സ്വർണം ഈ ശ്രീകോവിൽ ഏറ്റവും മനോഹരമായി നിൽക്കുന്ന ആ ശ്രീകോവിലിന്റെ മേൽക്കൂര അത് 7 പാളികൾ ഉപയോഗിച്ചാണ് പൊതിഞ്ഞതെങ്കിൽ ഇവർ തന്നെ പറയുന്നു കൂടുതൽ പ്രഭയോടുകൂടി ദ്വാരപാലക ശില്പങ്ങളും പാളികളും അതിന് 15-16 സ്വർണ്ണ പാളികൾ വരെ പതിപ്പിച്ചിരുന്നു എന്ന്. അതായത് ശ്രീകോവിലിൽ എത്ര പതിപ്പിച്ചോ അതിന്റെ ഇരട്ടിയിൽ കൂടുതൽ സ്വർണ്ണപ്പാളികൾ ഉപയോഗിച്ചാണ് ഈ ദ്വാരപാലക ശില്പത്തിന്റെയും ശ്രീകോവിലിന്റെ കഥകിലും സ്വർണ്ണം പാളികൾ പതിപ്പിച്ചത്. ആ സ്വർണ്ണപ്പാളിയാണ്, അതായത് മഴയും വെയിലും ഒക്കെ കൊണ്ടുകിടക്കുന്ന ശ്രീകോവിൽ മേൽക്കുരയേക്കാൾ കൂടുതൽ സ്വർണം ഇതൊന്നും ഏൽക്കാതെ നിൽക്കുന്ന ദ്വാരപാലക ശില്പത്തിലുണ്ട്. ആ സ്വർണ്ണപ്പാളി ആണ് ചെമ്പായി മാറിയത്. അപ്പൊ എന്തുമാതിരി ക്രമക്കേടാണ് ഇവന്മാർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇത്രയധികം തൊഴിലാളികൾ പരമ്പരാഗതമായ രീതിയിൽ അനുഷ്ഠാനത്തോടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ആ സന്നിധാനത്തിരുന്ന് ചെയ്ത ജോലി, ആ ജോലിയോടുള്ള ആ ഒരു നീതി പോലും പുലർത്തിയില്ല ഈ കാട്ടുകള്ളന്മാരെന്ന് വ്യക്തമാണ്. അനന്തൻ, അവിടെ കൊണ്ട് തീർന്നില്ല. ഇനി അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. മാതൃഭൂമി ന്യൂസ് ആദ്യത്തിൽ ഈ പീഠം കിട്ടിയതിന്റെ 2ാമത്തെ ദിവസം പറഞ്ഞതാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 കൊണ്ടുപോയിരിക്കുന്നത് ചെറിയ ചെമ്പൊന്നുമല്ല, അത് തനി തങ്കത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളാണ് എന്നുള്ളത് നമ്മൾ സമർത്ഥിച്ചതാണ്. അതാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അവരുടെ അന്വേഷണത്തിൽ ഈ ഹൈദരാബാദിൽ നിന്ന് അല്ലെങ്കിൽ തിരുപ്പതിയിൽ നിന്ന് ഈ സന്നിധാനത്ത് വന്ന് ഈ ജോലിയൊക്കെ ചെയ്ത തൊഴിലാളികളിൽ നിന്നും അന്നത്തെ എഞ്ചിനീയറിൽ നിന്നുമൊക്കെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് അപ്പോൾ തനി തങ്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടുകൾ അശ്രദ്ധമായും നിരുത്തരവാദപരമായും സ്പോൺസർ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് വഴി കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ ആ സമയത്തെ ഉദ്യോഗസ്ഥർ. അതാണ് ഇനി അയ്യപ്പ ഭക്തർ അയ്യപ്പ ഭക്തർക്ക് അറിയണ്ടേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തങ്കപ്പാളികൾ കൊടുത്തുവിട്ട കള്ളന്മാർ, ആ ദേവസ്വം ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന്. 1-ാം പേരുകാരൻ ശ്രീ മുരാരി ബാബു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, നിലവിൽ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഹരിപ്പാട്. അദ്ദേഹം ചെയ്ത കുറ്റം, ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ കുറ്റം, ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തകിടുകൾ 1998 സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നിട്ടും മുരാരി ബാബുവിന് അറിയാമായിരുന്നു എന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. 2019 വെറും ചെമ്പ് തകിടുകൾ എന്നെഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം സ്വർണം പൂശി കിട്ടുന്നതിന് വസ്തുതാവിരുദ്ധമായ ശുപാർശ ബോർഡിലേക്ക് നൽകി മുരാരി ബാബു. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും 16/8/2024 ലഭിച്ച ഇമെയിലിൽ ദ്വാരപാലക ശില്പങ്ങൾ അനുവദിക്കണമെന്ന് 2024 ബോർഡിലേക്ക് വീണ്ടും നിയമവിരുദ്ധമായ ശുപാർശ നൽകി ബോർഡിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചു. ആര്? മുരാരി ബാബു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞാൽ ശബരിമലയിലെ കൊള്ളയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരിക്കുന്നത്, ആസൂത്രണവും ചെയ്തു കൊടുത്തിരിക്കുന്നത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ പ്രകാരം അത് മുരാരി ബാബു ആണ്. 2019 ചെമ്പ് എന്നെഴുതി അത് മുരാരി ബാബുവിന് അറിയാമായിരുന്നു തങ്കശില്പമാണെന്ന്. എന്നിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് ചെമ്പെന്ന് എഴുതി കൊടുത്തു. 2024 വീണ്ടും അത് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ മുരാരി ബാബു കത്തെഴുതി. ഇനിയുമുണ്ട് പ്രതികൾ. ഡി സുധീഷ് കുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല, 31/5/2022 റിട്ടയർ ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ചത്? ശബരിമല സന്നിധാനത്ത് എന്തൊക്കെ ചെയ്തിട്ടാണ് സുധീഷ് കുമാർ റിട്ടയർ ചെയ്തതെന്ന് അറിയണ്ടേ അയ്യപ്പ ഭക്തർക്ക്?
ദ്വാരപാലക ശില്പത്തിലും ശ്രീകോവിലിന്റെ തെക്ക് വടക്ക് മൂലകളിൽ ഘടിപ്പിച്ചിട്ടുള്ളതും സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകടുകൾ എന്ന് അറിയാമായിരുന്നിട്ടും ഇത് വെറും ചെമ്പ് തകടുകൾ എന്നെഴുതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വശം കൊടുത്തുവിടാനുള്ള തെറ്റായ ശുപാർശ കത്ത് ശബരിമലയിൽ നിന്നും ബോർഡിലേക്ക് ശുപാർശ ചെയ്തു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകടുകൾ ഇളക്കി സ്പോൺസർക്ക് കൊടുത്തുവിടുന്ന സമയം തയ്യാറാക്കിയ മഹസറുകളിൽ വെറും ചെമ്പ് തകടുകൾ എന്നെഴുതി സ്പോൺസർ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിലെ സ്വർണം കൈവശപ്പെടുത്താൻ സാഹചര്യം ഒരുക്കിയതായി കാണുന്നു. ചെറിയ കേസല്ല. മഹസർ എഴുതിയ സമയം സ്ഥലത്തില്ലാതിരുന്നവരുടെ പേര്, അതായത് ഇനിയാണ് അയാൾ ചെയ്ത ഏറ്റവും ക്രിമിനൽ ഒഫൻസ്. ഈ കൊള്ള ചെയ്തതിന്റെ ഒരു തെളിവ് അവിടെ അവശേഷിക്കുമായിരുന്നു. അല്ലെങ്കിൽ ആ തെളിവ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് മഹസർ എഴുതിയ സമയം സ്ഥലത്തില്ലാതിരുന്നവരുടെ പേര് മഹസറിൽ അവരുടെ സാന്നിധ്യമുണ്ടെന്ന് എഴുതി അശ്രദ്ധമായും ഉദാസീനമായും മഹസറുകൾ തയ്യാറാക്കി. അപ്പോൾ കൊണ്ടുപോകുന്ന തങ്കമോഷണം അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് തങ്കമെന്ന് അറിയാഞ്ഞിട്ടാണോ ഈ പരിപാടിയെല്ലാം ചെയ്തിരിക്കുന്നത്? ഇത് കാണുമ്പോൾ അറിയില്ലേ ഒരു വലിയ മോഷണം ഒളിപ്പിക്കാനുള്ള നീക്കമാണ് മുരാരി ബാബുവും സുധീഷ് കുമാറും നടത്തിയതെന്ന്. ഇനിയുമുണ്ട് നാലാമത്തെ കുറ്റം സുധീഷ് കുമാർ നടത്തിയത്. ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നു എന്ന് മഹസറിൽ എഴുതി ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾ വശം കൊടുത്തുവിട്ട് അവരുടെ ഒപ്പ് വാങ്ങി. അതായത് ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നു എന്ന് മഹസറിൽ എഴുതിയ ശേഷം ശില്പങ്ങളുടെ പാളികൾ കൊടുത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളുടെ പക്കലാണ്. അതാണ്. എന്നിട്ട് അവരുടെ ഒപ്പം വാങ്ങി. ഇനിയുണ്ട് ഒരാൾ കൂടി, മൂന്നാമത്തെ ഉദ്യോഗസ്ഥ പ്രമുഖ എസ് ജയശ്രീ, മുൻ സെക്രട്ടറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2020 റിട്ടയർ ചെയ്തു. അവരും അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് റിട്ടയർ ചെയ്തതെന്ന് അറിയേണ്ട അയ്യപ്പ ഭക്തർക്ക്. ബോർഡ് മിനിറ്റ്സിൽ എഴുതിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തകടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ എന്ന് ഉത്തരവ് നൽകി. പിന്നെയുണ്ട് കെ സുനിൽകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മരാമത്ത് വിഭാഗം ശബരിമല, നിലവിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സെക്ഷൻ 1 ശബരിമല. ഇപ്പോഴും ഉണ്ട് അദ്ദേഹം അവിടെ. സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകടുകളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നറിയാമായിരുന്നിട്ടും വെറും ചെമ്പ് തകടുകളെന്ന് എഴുതി തയ്യാറാക്കിയ 19/7/2019, 20/7/2019 തീയതികളിലെ മഹസറുകളിൽ സാക്ഷിയായി ഒപ്പിട്ട തകടുകൾ സ്പോൺസർക്ക് കൊടുത്തുവിടാൻ ഇടയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. പിന്നെയുണ്ട് എസ് ശ്രീകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, 31/3/2024 റിട്ടയർ ചെയ്തു. ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തകടുകൾ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നിട്ടും വെറും ചെമ്പ് തകടുകൾ എന്ന് എഴുതി തയ്യാറാക്കിയ 19/7/2019, 20/7/2019 തീയതികളിലെ മഹസറുകളിൽ സാക്ഷിയായി ഒപ്പിട്ട തകടുകൾ സ്പോൺസർക്ക് കൊടുത്തുവിടാൻ ഇടയാക്കി. ഇവരെല്ലാം മഹസറിൽ ഒപ്പിട്ടവരാണ്. കെ എസ് ബൈജു, മുൻ തിരുവാഭരണ കമ്മീഷണർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 31/7/2019 റിട്ടയർ ചെയ്തു. ദ്വാരപാലക ശില്പങ്ങളിലെ ലോഹപാളികൾ സ്പോൺസർക്ക് 2019 ഇളക്കി നൽകി കൊടുക്കുന്ന സമയം സ്ഥലത്തെത്തി മേൽനോട്ടം വഹിക്കാതിരിക്കുകയും തിരുവാഭരണം കമ്മീഷണർ ഓഫീസ് സ്മിത്തിനെയോ മറ്റാരെയും നിയോഗിക്കാതിരിക്കുകയും ചെയ്ത് ചുമതലയിൽ വീഴ്ച വരുത്തി. അവരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അവരൊക്കെ അതിൽ ഒരു ഭാഗഭാക്കായി മാറി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കുറ്റവാളി മുരാരി ബാബുവും സുധീഷ് കുമാറും തന്നെയാണ്. ഈ രണ്ടുപേരുമാണ് അയ്യപ്പസ്വാമിയുടെ സ്വത്തുക്കൾ അയ്യപ്പ ഭക്തരുടെ നെഞ്ചിൽ കുത്തുന്ന വിധം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കൊള്ളക്കാരന് എടുത്തുകൊടുത്തത്. ഇനിയുണ്ട് RG രാധാകൃഷ്ണൻ, മുൻ തിരുവാഭരണ കമ്മീഷണർ, ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി 29/8/2019 അദ്ദേഹം എത്തുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ ലോഹപാളികളുടെ തൂക്കമെടുക്കുന്ന സമയം മുൻ മഹസറുമായി ഒത്തുനോക്കിയിരുന്നുവെങ്കിൽ അവിടെയാണ് നമ്മളുടെ RG രാധാകൃഷ്ണൻ, മുൻ തിരുവാഭരണ കമ്മീഷണർ. അദ്ദേഹമാണ് മാതൃഭൂമി ചാനലിലൊക്കെ വന്നിരുന്നിട്ട് ഞാൻ അന്ന് 2019 ചെല്ലുമ്പോൾ അവിടെ കണ്ടത് കുറെ ചെമ്പുപാളികൾ അടുക്കിയിട്ടിരുന്നു എന്ന് പറയുന്നത് ഓഗസ്റ്റിൽ. അപ്പോൾ അദ്ദേഹം ചെയ്ത വീഴ്ച എന്താണെന്നറിയാമോ? അദ്ദേഹം നമ്മളോട് ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ അന്ന് കണ്ടത് ചെമ്പുപാളികളാണ് എന്നുള്ളത്, അതിൽ തങ്കത്തിന്റെ ഒരു തരി പോലും കണ്ടില്ല എന്ന്. അപ്പോഴെനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ആ സംശയം അന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ ക്രമക്കേട് അപ്പോൾ കണ്ടെത്താൻ കഴിയാമായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. സ്വർണം പൂശിയ ശേഷം ദ്വാരപാലക ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷനിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വശം വീണ്ടും അപ്പോൾ അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ ഈ RG രാധാകൃഷ്ണൻ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചെന്നു 2019. അവിടെ ചെല്ലുമ്പോൾ ചെമ്പുപാളികൾ സ്വർണം പൂശാൻ ഇട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി. അപ്പോൾ അവിടെ ഇരുന്ന് ആ സ്വർണം നിറമൊക്കെ എവിടെയെന്ന്, എന്നിട്ടും അത് റിപ്പോർട്ട് ചെയ്തില്ല. മാത്രമല്ല ഇത് സ്വർണം പൂശിയ ശേഷം അത് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ച് അദ്ദേഹം വെറും കൈ ഒടിഞ്ഞു പോന്നു. അദ്ദേഹമാണത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് സന്നിധാനത്തേക്ക് കൊണ്ടുവരേണ്ടത്. അത് കൊണ്ടുവരാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിട്ട് ഇനി വന്നു. അതിലെങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ലാഭം ഉണ്ടാക്കിയെന്ന് അറിയാമോ ദിവിഷേ? ആ RG രാധാകൃഷ്ണൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് ഈ ഉരുപ്പടിയും എടുത്ത് നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. അവിടെ വലിയ പൂജ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ മൊത്തം പൂജ സംഘടിപ്പിച്ച് കാശുണ്ടാക്കിയതുകൊണ്ട് RG രാധാകൃഷ്ണന്റെ ഒറ്റ നോട്ടപ്പശകൊണ്ട് RG രാധാകൃഷ്ണൻ ആ പെട്ടിയും തൂക്കി, കാലിപ്പെട്ടിയും തൂക്കി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സ്വർണം പൊതിഞ്ഞ ആ മുക്കുമണ്ഡപം കൊണ്ട് ജയറാമിന്റെ വീട്ടിൽ പോയി ഭജന നടത്തി, പൂജ നടത്തി. ജയറാം പൈസ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. പക്ഷെ നമുക്കറിയാം ആചാരപ്രകാരം ഒരു പൂജ നടത്തിയാൽ ആ പോറ്റിക്ക് ദക്ഷിണ കിട്ടിക്കാണും. ജയറാമിന്റെ വീട്ടിൽ നിന്ന് 1-2 രൂപയാണോ ദക്ഷിണ കിട്ടുന്നത്? ലക്ഷങ്ങൾ കിട്ടിക്കാണും. അതിനി അറിയണം. ഇനിയുമുണ്ട്. ഇത് ഏതൊക്കെ ഇടങ്ങളിൽ ഇയാൾ കൊണ്ടുപോയി? ഇപ്പൊ ഈ പറഞ്ഞ പേരുകാരൊക്കെ
അവരൊക്കെ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഇത് 2019 സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഈ ക്രമക്കേടുകൾ പുറത്തു വരുമായിരുന്നു. അതിനുശേഷം ഇത്രയും വർഷം ഒന്ന് ആലോചിച്ച് നോക്കി. 2019 നടന്നു, 2024 അതിനൊരു ശ്രമം നടന്നു, 2025 വീണ്ടും ആ ശ്രമം മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് പൊളിഞ്ഞ് താഴെ വീഴുന്നത്. അപ്പോൾ ഇത്രയും വർഷം ഈ ഒരു സംവിധാനം, ഈ കള്ളത്തരം ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ആർക്കൊക്കെ ഇതിന്റെ കൃത്യമായ അറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരൊക്കെ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് ശമ്പളം കിട്ടിയാൽ മതിയല്ലോ എന്ന് കരുതുന്ന കുറെ ഉദ്യോഗസ്ഥ പ്രമുഖരും ഈ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണല്ലോ പോവാതെ അവനൊരു ഒപ്പിട്ടാൽ പോലും ഒരു പ്രശ്നവുമില്ലാതെ കണക്കാക്കുന്ന ആളുകൾ. അല്ലെങ്കിൽ നേരിട്ട് കൈപ്പറ്റ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു അയാളുടെ കയ്യിൽ കൊടുക്കണ്ടേ, അയാളുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ കൊടുത്ത് ഒപ്പിട്ട് വാങ്ങുന്ന ഉദ്യോഗസ്ഥനൊക്കെ എന്ത് ജോലിയാണ് ശബരിമല സന്നിധിയിൽ ചെയ്തതെന്നാണ്. അയ്യപ്പ എന്ന് വിളിച്ചാണ് ആ മല കയറുന്ന ആളുകൾ. ആ അയ്യപ്പ എന്നൊരു തവണ മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇമാതിരി തോന്നിയാസം ചെയ്യോ ഈ ഉദ്യോഗസ്ഥർ? തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ദിവിഷ ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ എന്താണ് പറഞ്ഞത്, മാതൃഭൂമി ന്യൂസ് എന്താണ് പറഞ്ഞത്, മാതൃഭൂമിയുടെ പത്രങ്ങളുമൊക്കെ, മാതൃഭൂമി പത്രത്തിലെ ചിത്രങ്ങളുമൊക്കെ വെച്ച് ഈ പീഠം തിരിച്ചു കിട്ടിയതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രേക്ഷകരോടും കേരളത്തോടും വിളിച്ചു പറഞ്ഞു, ശബരിമലയിൽ നടന്നിരിക്കുന്നത് അരും കൊള്ളയാണ്. അവിടുത്തെ ദ്വാരപാലക പാളികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരിക്കുന്നത് വെറും ചെമ്പ് തകടുകളല്ല, അത് വിജയ് മല്യ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികളാണ്, അപ്പോൾ തങ്കപ്പാളികളാണ്. അപ്പോൾ ഒരുപാട് പേർ സംശയവുമായി വന്നു. പത്മകുമാർ അന്ന് നമുക്കൊരു ബൈറ്റ് തന്നു, അത് ചെമ്പായിരുന്നു, അത് ഉറപ്പായിട്ടും ചെമ്പാണ്. അതിനുശേഷം പലരും അന്ന് ഈ പരിപാടിക്കൊക്കെ ഒത്താശ ചെയ്തവരെല്ലാം കുമാറിന്റെ പ്രതികരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ചെമ്പുപാളിയായിരുന്നു, സ്വർണ്ണം പൂശിയില്ലെന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, അത് ചെമ്പുപാളിയായിരുന്നു. അപ്പൊ അദ്ദേഹം അത്ര ഊന്നി അങ്ങ് പറയായിരുന്നു അത് സ്വർണ്ണം പൂശിയതൊക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ തന്നെ എന്തൊരു ബോധ്യത്തോടു കൂടിയാണ് സംസാരിക്കുക. അപ്പൊ അത്രയും ഉദാസീനതയോടെ, അല്ലെങ്കിൽ ഈ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞ് ഇത് വെളിപ്പെടില്ല എന്നുള്ള ധൈര്യത്തോടെ, എനിക്കറിയില്ല അങ്ങനെയാണോ എന്ന്, പക്ഷേ അങ്ങനെയൊക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാൾ ഇത്രയും വലിയൊരു കൊള്ള പുറത്തു വരുമ്പോൾ പ്രതികരിച്ചതെന്ന് ഓർക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ചെമ്പുപാളികളെന്ന് വരുത്തി ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക പാളികൾ അത് കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു കാര്യം ദിവിഷേ, ഇപ്പോൾ നമുക്ക് മുന്നിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് 2019 ജൂലൈയിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ഏതാണ്ട് 1.5 കിലോ 2 കിലോ അളവിൽ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളിപ്പോൾ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ 98-ൽ 2064 ഗ്രാം ഗോൾഡാണ് ആ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് 258 പവനാണ്. എന്ന് വെച്ചാൽ ഒരു ഏതാണ്ട് 2 കിലോയ്ക്ക് അടുത്ത് വരും, 1.5 കിലോ 2 കിലോയ്ക്ക് അടുത്ത് വരും. അത് 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുമ്പോൾ 390, അത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ 394 ഗ്രാമായി മാറി. അപ്പോൾ ഉറപ്പായിട്ടും വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ഗോൾഡ് ക്ലാഡ് ചെയ്ത ആ പാളിയല്ല 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാൻ എത്തിയിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ഒറിജിനൽ തങ്കപ്പാളി എവിടെ പോയി, അത് എവിടെയാണ് വിറ്റത്, അത് ആർക്കാണ് കൊടുത്തത്, അതാണ് SIT കണ്ടെത്തേണ്ടത്. ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകുന്നത് ഇത് എന്തായാലും അങ്ങനൊരു പാളി വിൽക്കാൻ വെക്കുമ്പോൾ അയ്യപ്പസ്വാമിയുടെ മുൻപിൽ 20 വർഷം പൂജകൾ ഏറ്റുവാങ്ങിയ അയ്യപ്പസ്വാമിയുടെ പടയാളികളായ അയ്യപ്പസ്വാമിയെ കാത്തുരക്ഷിക്കുന്ന ദ്വാരപാലകന്മാരുടെ ദേഹത്തിരുന്ന ആ പാളികൾ വാങ്ങിക്കാൻ കോടികൾ നൽകാൻ ആളുണ്ട്. അങ്ങനെ വാങ്ങിക്കാൻ കെൽപ്പുള്ള കോടീശ്വരന്മാരുണ്ടെങ്കിൽ ആ കോടീശ്വരന്മാരുടെ പക്കൽ നിന്ന് അത് തിരിച്ചെടുക്കാൻ കഴിയുമോ? അന്വേഷണം അങ്ങോട്ടൊക്കെ പോകുമോ? എനിക്ക് സംശയമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഈ കേസന്വേഷണം മിക്കവാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും കൂടി ഇത് ഉരുക്കി ഒലിപ്പിച്ച് സ്വർണ്ണമാക്കി പോക്കറ്റിലിട്ടു എന്ന് മട്ടിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഹൈക്കോടതിയാണ് ഇടപെടേണ്ടത്. ഹൈക്കോടതിയിൽ അയ്യപ്പ ഭക്തർക്കും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും കേരള ജനതയ്ക്കും വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ കെൽപ്പുള്ള, ഇത് അങ്ങനെയാണെങ്കിൽ ഭക്തിയുടെ മറവിൽ ഭക്തി ചൂഷണം ചെയ്ത് വിൽക്കാനാണെങ്കിൽ ശ്രമിച്ചതെങ്കിൽ, അങ്ങനെ കോടികൾ ഇവർ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി അവരിൽ നിന്ന് അവരൊരു പക്ഷെ പറ്റിക്കപ്പെട്ടതായിരിക്കാം. അവരൊരിക്കലും അയ്യപ്പസ്വാമിയുടെ യഥാർത്ഥ ഭക്തർ ഒരിക്കലും അയ്യപ്പസ്വാമിയുടെ മോഷ്ടിച്ച മുതൽ വീട്ടിൽ വെക്കാനോ അത് എടുത്തുകൊണ്ട് പോകാനോ തയ്യാറാകില്ല. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവുക, മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരം പറയുന്ന ഏതെങ്കിലും സ്വപ്നദർശനമായിരിക്കും, ഇത് അയ്യപ്പസ്വാമി നിങ്ങൾക്ക് തരാൻ പറഞ്ഞെന്ന് സ്വപ്നദർശനം നടത്തി എന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പോൾ വിറ്റിട്ടുണ്ടാവുക. അങ്ങനെ ഒരു കോടീശ്വരന്റെ വീട്ടിലാണ് അയ്യപ്പസ്വാമിയുടെ യഥാർത്ഥ ആഭരണങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള നടപടി ഉണ്ടാകണം. അതല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയ സ്വർണ്ണക്കൊള്ള എന്ന മട്ടിൽ ഇത് അവസാനിപ്പിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്.